എൻ്റെ അമ്മ 1 വർഷം കരഞ്ഞു തീർത്തു, 3 വർഷം വിതുമ്പി തീർത്തു എന്നാണ് ഞാൻ പറയാം. ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞ് ഒരു 2-3 മാസം കഴിഞ്ഞപ്പം എൻ്റെ വീട്ടിൽ എനിക്കും കല്യാണം ആലോചിക്കാൻ തുടങ്ങിയായിരുന്നു. കർണാടക എൻട്രൻസിൽ എനിക്ക് നല്ല റാങ്കും ഉണ്ടായിരുന്നു. കർണാടകയിൽ എനിക്ക് സീറ്റ് കിട്ടുമായിരുന്നു. ഒരു കാര്യം ചെയ്യ്, ആ കർത്താവിനോടൊന്ന് പറ, എൻ്റെ ഇളയ മോലെ കർത്താവ് കൊണ്ടുപോയില്ലേ, അതിന് ഞാൻ നന്ദി പറയുന്നു, അതിന് പകരമായി എൻ്റെ മൂത്ത മകനൊരു കൊച്ചിനെ തരാമോ. വൈദ്യശാസ്ത്ര രംഗത്തു നിന്നും ദൈവശാസ്ത്ര രംഗത്തേക്ക് ഒരു പുരോഹിതൻ. അതാണ് ഒറ്റവാക്കിൽ ഫാദർ ഡോക്ടർ ജോസ് തയ്യിൽ. മെറിറ്റിൽ സീറ്റ് നേടി ഏറെ ആഗ്രഹിച്ചു പഠിച്ച MBBSനേക്കാൾ തൻ്റെ ദൈവവിളിയെ സ്നേഹിച്ച വ്യക്തി. അതെ, ഫാദർ ഡോക്ടർ ജോസ് തയ്യിലിൻ്റെ ജീവിതം നമുക്കൊരു പ്രചോദനമായിരിക്കും. എൻ്റെ പേര് ഫാദർ ഡോക്ടർ ജോസ് തയ്യിൽ. ഞാൻ വിൻസെൻഷ്യൻ കോൺഗ്രിഗേഷനിലെ ഒരു സഭാംഗമാണ്. ഞാൻ MBBS പഠനം 2012 ഡിസംബറിൽ പൂർത്തിയാക്കി 2014 ജൂണിൽ സെമിനാരിയിൽ കയറി 2023 ഡിസംബർ 26-ാം തീയതി പട്ടം സ്വീകരിച്ച ഒരു പുരോഹിതനാണ്. എൻ്റെ ജീവിതയാത്ര നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ്. എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഡോക്ടർ ആവണമെന്നൊക്കെ. എൻ്റെ വീട് എടപ്പള്ളി, എറണാകുളം എടപ്പള്ളി ഇടവകാംഗമാണ്. വീട്ടിൽ അപ്പനുണ്ട്, അമ്മയുണ്ട്, എനിക്കൊരു ചേട്ടനുണ്ട്. അപ്പൻ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്തു. അമ്മ ഹോം മേക്കറാണ്. ചേട്ടൻ IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു. കല്യാണം കഴിഞ്ഞ് ചേച്ചിയും IT ഫീൽഡിലാണ്. അവർ രണ്ടുപേരും കുടുംബമായി 2 മക്കളായി ബാംഗ്ലൂർ സെറ്റിൽ ചെയ്തു. 5ാം ക്ലാസ് മുതൽ എൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഡോക്ടർ ആകണമെന്ന്. കാര്യം 5ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന കാലത്ത് എൻ്റെ കുടുംബവും ഞാനും കാറിൽ സഞ്ചരിക്കുമ്പോൾ ഒരു അപകടത്തിൽപ്പെട്ട് എനിക്ക് വളരെ ഒരു ഗുരുതരമായ പരിക്ക് പറ്റിയ ഒരാളാണ്. ഗുരുതരമായ പരിക്കെന്ന് പറയുമ്പോൾ പുറത്തൊരു കുഴപ്പമില്ലായിരുന്നു, പക്ഷേ എൻ്റെ ലിവറിനായിരുന്നു ഇഞ്ചുറി. അപ്പോൾ ഇൻറ്റേർണൽ ഇഞ്ചുറി ആയിരുന്നു. ആർക്കും അത് ആദ്യം മനസ്സിലായില്ല. പിന്നെ ഡോക്ടർ TP ആൻ്റണി എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു കുടുംബ സുഹൃത്തുണ്ട്. അദ്ദേഹം മെഡിക്കൽ കോളേജിലായിരുന്നു, തൃശ്ശൂർ. അദ്ദേഹമാണ് കണ്ടുപിടിച്ചത് എനിക്ക് എൻ്റെ വയറിനകത്ത് എന്തോ കുഴപ്പമുണ്ട്. അങ്ങനെ പിന്നീട് ആണ് മനസ്സിലായത് ലിവറിനായിരുന്നു ഇഞ്ചുറി. അങ്ങനെ എന്നെ സർജറി ചെയ്ത ഒരു ഡോക്ടറുണ്ട്, ഡോക്ടർ റിജു. അന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിരുന്നു. അപ്പോൾ ആ ഡോക്ടറാണ് എൻ്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷനായിരുന്നത്. കാര്യം ഓപ്പറേഷൻ വൈകുന്നേരമാണ് ചെയ്തത്. രാത്രിയായി തീർന്നപ്പം എനിക്ക് ബോധം വരുന്നവരെ എൻ്റെ കൂടെ തന്നെ ഇരുന്ന് ഒരു കൊതുകുതിരി കത്തിച്ച് വെച്ച് എൻ്റെ കൂടെ ഇരുന്ന ആ ഡോക്ടറെയാണ് എൻ്റെ മനസ്സിലുള്ളത്. എൻ്റെ വീട്ടുകാർ പറഞ്ഞ ഓർമ്മയെ എനിക്കുള്ളൂ. അപ്പോൾ ആ ഡോക്ടറെ പോലെ ഒരു ഡോക്ടർ ആവണമെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ മനസ്സിൽ 5ാം ക്ലാസ് തൊട്ടുള്ളത്. അങ്ങനെയാണ് ഞാൻ പഠിച്ചതും എല്ലാം ഈ ഡോക്ടർ ആവണമെന്ന ഒറ്റ ചിന്തയിലാണ്. പിന്നീട് 8-ലോ 9-ലോ ഒക്കെ പഠിക്കുമ്പം ഒരു ചിന്ത ഇങ്ങനെ മനസ്സിൽ വന്നു, ഇങ്ങനെ വെള്ളക്കുപ്പായമൊക്കെ ഇട്ട് ഒന്ന് പ്രസംഗിക്കണം, പിന്നെ സ്വർണ്ണക്കുപ്പായമിട്ടൊരു കുർബാന ചെല്ലണം എന്നൊക്കെ ഒരു ആഗ്രഹം. അച്ഛന്മാരിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു ആഗ്രഹം തോന്നി. പക്ഷെ അപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്ന സ്വപ്നം ഡോക്ടർ ആവണം. പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞു, +1 +2 ഞാൻ തൃശ്ശൂർ തന്നെയാണ് പഠിച്ചത്. +1 +2 പഠിക്കുമ്പോഴും ഡോക്ടർ ആവണം എന്നൊരു ചിന്ത. പിന്നെ പ്രൊഫസർ PC തോമസ് സാറിൻ്റെ ക്ലാസ്സിലാണ് ഞാൻ പഠിച്ചത്. അവിടെ വെച്ച് പഠിച്ചപ്പോഴാണ് മനസ്സിലൊരു ചിന്ത വന്നത്, ഡോക്ടറായിട്ട് അച്ഛനാവാൻ പോയാൽ എങ്ങനെ ഉണ്ടാകും. അങ്ങനെയാണ് ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൻ്റെ അന്നത്തെ ഡയറക്ടറായിരുന്ന ആലപ്പാട്ടച്ഛനെയൊക്കെ എനിക്ക് കാണാനിട വന്നു. അപ്പം അങ്ങനെ ഒരു സാധ്യതയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഡോക്ടറായിട്ട് വേണമെങ്കിൽ അച്ഛനാകാം. അപ്പോൾ ആദ്യം ചിന്തിച്ചു, കർത്താവിൻ്റെ മുമ്പിൽ ഞാനൊരു ചലഞ്ച് വെച്ചു, നീ എന്നെ മെറിറ്റ് സീറ്റിൽ ഡോക്ടർ ആക്കുവാണെങ്കിൽ ഞാൻ അച്ഛനാവുന്നതിനെക്കുറിച്ച് ചിന്തിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ +2 ഞാൻ കഴിഞ്ഞ ആദ്യത്തെ എൻട്രൻസ് എഴുതി. +2ൻ്റെ ഒപ്പം തന്നെ എഴുതിയപ്പം എനിക്ക് നല്ലൊരു റാങ്ക് കിട്ടിയില്ല. അപ്പോൾ ചെറിയ വിഷമമൊക്കെ ആയി. പക്ഷേ എന്നാലും എൻ്റെ വലിയ സ്വപ്നമാണ് ഡോക്ടർ ആകണമെന്നും അത് മെറിറ്റിൽ കിട്ടണമെന്നും. കർത്താവിനോട് ഞാൻ വീണ്ടും ഒരു ചലഞ്ച് വെച്ചു, ഞാൻ 1 വർഷം റിപ്പീറ്റ് ചെയ്യാൻ പോവാം. പക്ഷേ നിൻ്റെ മുമ്പിൽ വെക്കുന്ന ചലഞ്ച് ഇതാണ്, എനിക്ക് മെറിറ്റ് സീറ്റിൽ അഡ്മിഷൻ കിട്ടിയാൽ മാത്രമേ ഞാൻ അച്ഛനാകാൻ വരൂ. അങ്ങനെ ഞാൻ പഠിച്ചു, റിപ്പീറ്റ് ചെയ്തു. എനിക്ക് എൻട്രൻസ് എഴുതി. അന്ന് കേരള എൻട്രൻസിൽ എനിക്ക് 900 റാങ്ക് കിട്ടിയത്. 900 സംതിങ് ആയിരുന്നു റാങ്ക്. അപ്പോൾ അന്നത്തെ സാഹചര്യം വെച്ച് പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടും മെറിറ്റിൽ. അപ്പോൾ എനിക്ക് ചെറിയ സങ്കടമായി. അന്ന് പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ മെറിറ്റ് സീറ്റിൽ അഡ്മിഷൻ കിട്ടിയാലും ഫീസ് 1.25 അപ്പം ഞാൻ ആഗ്രഹിച്ചത് അതല്ല. അപ്പം ഞാൻ കർത്താവിനോട് പറഞ്ഞു, നീ എൻ്റെ ചലഞ്ച് സ്വീകരിച്ചിട്ടില്ല, എൻ്റെ മെറിറ്റിൽ സീറ്റ് എനിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ ഇരിക്കെയാണ് അന്ന് 2006 LDF സർക്കാർ ഭരണത്തിൽ വരികയും പുതിയൊരു നിയമം പാസ്സാക്കുകയും ചെയ്തു. 50% സീറ്റ് പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ ഗവൺമെൻറ് ഫില്ല് ചെയ്യണം, 50% ഗവൺമെൻറ് വിട്ടുകൊടുക്കണം. ആ ഗവൺമെൻറ് സീറ്റിൽ ഫീസ് ഗവൺമെൻറ് നിശ്ചയിക്കുന്ന ഫീസായിരിക്കും.
അങ്ങനെ 2006 മാത്രമാണ് ആ നിയമം ഉണ്ടായത്. ഗവൺമെൻറ് ഫീസ് അന്ന് 13,000 രൂപ ഉണ്ടായിരുന്നുള്ളൂ ഒരു കൊല്ലം. അങ്ങനെ ഞാൻ മെറിറ്റ് സീറ്റിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ വർഷം 13,000 രൂപയ്ക്ക് പഠിച്ചു കയറിയ ഒരു ഡോക്ടറാണ്. മനസ്സിലൊരു ചിന്തയുണ്ടായിരുന്നു, ഇത് കഴിയുമ്പം അച്ഛനാകാൻ പോകണം. കാരണം കർത്താവ് എൻ്റെ ഒരു ചലഞ്ച് എനിക്ക് തന്നല്ലോ. അപ്പം ചലഞ്ച് സ്വീകരിച്ചു. അവൻ എനിക്ക് ഉത്തരം തന്നു. ഞാൻ ആഗ്രഹിച്ച ഫീസിൽ തന്നെ എനിക്ക് പഠിക്കാൻ അവസരം കിട്ടി. പക്ഷേ മെഡിക്കൽ കോളേജ് പഠിക്കുമ്പോൾ നമുക്കറിയാലോ, പല പ്രലോഭനങ്ങളും നമ്മുടെ മുമ്പിൽ വരും. ചില സമയത്ത് എൻ്റെ ആഗ്രഹങ്ങളൊക്കെ വിട്ടു പോകുമായിരുന്നു. ചില സമയത്ത് ഞാൻ ചിന്തിച്ചു കല്യാണം കഴിക്കാം, ആ ഒരു രീതിയിലുള്ള ചിന്തയൊക്കെ പഠിക്കുന്ന സമയത്ത് വന്നായിരുന്നു. ഞാൻ അവിടുത്തെ ജീസസ് യൂത്ത് ഗ്രൂപ്പിൽ ആക്റ്റീവായിട്ടുള്ള ഒരു മെമ്പറായിരുന്നു. പക്ഷേ ആർക്കും എൻ്റെ ഈ ഒരു ആഗ്രഹത്തെക്കുറിച്ചോ സ്വപ്നത്തെക്കുറിച്ചൊന്നും ആരോടും ഞാൻ പങ്കുവച്ചിട്ടില്ല. എനിക്ക് ധൈര്യമില്ലായിരുന്നു പങ്കുവയ്ക്കാൻ. കാര്യം നടക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് തന്നെ ഉറപ്പില്ലാത്തൊരു കാര്യം. പിന്നെ നമ്മൾ ആരോടെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പോയില്ലെങ്കിൽ നാണക്കേട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും ആരോടും പങ്കുവച്ചില്ല. പക്ഷേ ഞാൻ 3rd ഇയറിൽ പഠിക്കുമ്പോൾ എൻ്റെ ഒരു വളരെ ഉറ്റ സുഹൃത്തുണ്ട്. ആ സുഹൃത്തിനോട് മാത്രമാണ് ഞാനിത് പങ്കുവച്ചത്. എനിക്കിങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ട്, പക്ഷേ എനിക്കത് പറ്റുമെന്ന് തോന്നുന്നില്ല. MBBS കഴിയുമ്പോൾ എനിക്ക് അച്ഛനാകാൻ പോകണം, പക്ഷെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് വിവാഹമാണ് എൻ്റെ ദൈവവിളി എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പലരെയും കാണുമ്പം എനിക്ക് അട്രാക്ഷനൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ ആ സുഹൃത്ത് അന്ന് മുതൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നീട് എൻ്റെ മനസ്സിൽ നിന്ന് ഈ ചിന്ത പോയപ്പോഴും ഞാൻ മറ്റു കാര്യങ്ങളിലൊക്കെ ഉൾപ്പെട്ടപ്പോഴും എല്ലാം ഈ സുഹൃത്ത് എന്നെ വന്ന് ഓർമ്മിപ്പിക്കുമായിരുന്നു, എടാ നിനക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, നീ അത് കളയരുത്, നീ അച്ഛനാകണം. അപ്പം ഞാൻ ചിലപ്പോൾ ആ സുഹൃത്തിനോട് പറയും, ഓ ഇതൊക്കെ വെറുതെയാ, ഞാൻ വെറുതെ ഒരു കാര്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല എന്ന് പറയും. പക്ഷെ പിന്നീട് ഫൈനൽ ഇയറിലൊക്കെ ആയപ്പം ഈ ചിന്ത കൂടുതലായിട്ട് വന്നു. ഈ സുഹൃത്ത് എന്നെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുമായിരുന്നു, എടാ നീ അച്ഛനാകാൻ പോകണം എന്ന് നീ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ MBBS എഴുതി ഫസ്റ്റ് ക്ലാസ്സോടുകൂടി തന്നെ പാസ്സായി. ഞാൻ ചിന്തിച്ചു പോകണോ വേണ്ടയോ എന്ന് എൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു കൺഫ്യൂഷനായിരുന്നു. PG പഠിക്കണം എന്നൊരാഗ്രഹമുണ്ട്. കാര്യം ഡോക്ടറാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നം സർജനാവണം എന്നാണ്. എനിക്ക് എന്നെ സർജറി ചെയ്ത ആ ഡോക്ടറെ പോലെ എനിക്ക് സർജനാകണം എന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഞാൻ മെഡിസിൻ കാലത്ത് ഏറ്റവും അധികം എൻജോയ് ചെയ്തത് സർജറി ഡിപ്പാർട്ട്മെൻറ്റുമാണ്. അപ്പം സർജനാകണമെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ MBBS കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇനി അച്ഛനാകണോ അതോ ഇനി PGക്ക് പോകണോ എന്നൊരു വലിയ സംശയത്തിലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ തീരുമാനിച്ചത്, നെടുപുഴയിലൊരു ധ്യാന കേന്ദ്രമുണ്ട്, കൊളത്തുവയൽ സിസ്റ്റേഴ്സിൻ്റെയാണ്. അപ്പോൾ അവിടെ ഞാനന്ന് ധ്യാനത്തിന് പോയി. അപ്പോൾ എനിക്കൊരു തീരുമാനം എടുക്കുക എന്നൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അന്ന് അവിടെ ധ്യാനം നയിച്ചിരുന്നത് ഒരു അച്ഛനാണ്, ഫാദർ ജോസഫ് അട്ടോലി എന്ന് പറയുന്ന ഒരു അച്ഛനാണ്. അവിടുത്തെ ഡയറക്ടർ സിസ്റ്ററും ഞാൻ സംസാരിച്ചു. അപ്പോൾ സിസ്റ്ററോട് ഞാനിങ്ങനെ ഒന്ന് സൂചിപ്പിച്ചു, എനിക്കിങ്ങനെ ഒരു ചിന്തയുണ്ട്, എനിക്ക് ഉറപ്പില്ല. സിസ്റ്റർ പ്രാർത്ഥിച്ചു. എന്നിട്ട് സിസ്റ്റർ പറഞ്ഞു അച്ഛനെ കാണാൻ പറഞ്ഞു. അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, നിനക്ക് PGക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ നീ PGക്ക് പ്രിപ്പയർ ചെയ്തോളാൻ പറഞ്ഞു, നീ അച്ഛനാകാൻ പോകണ്ടെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് തോന്നി എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നില്ല. അച്ഛനിലൂടെ ദൈവം എന്നോട് സംസാരിച്ചു, അച്ഛനാകണ്ട, എനിക്ക് ദൈവവിളി ഇല്ല, എന്നാൽ ഞാൻ PGക്ക് പോകാമെന്ന് വിചാരിച്ച് ഞാൻ ഒരു വർഷം കോച്ചിങ്ങിന് പോയി. അങ്ങനെ ആ ഒരു വർഷം ഞാൻ ഇടയ്ക്ക് ജോലിക്ക് പോകും, പക്ഷെ കൂടുതൽ സമയം പഠിത്തവും എൻട്രൻസ് എങ്ങനെയെങ്കിലും എഴുതിയെടുക്കണമെന്നൊരു ചിന്തയായിരുന്നു, സർജറിക്ക് കയറണമെന്നൊരു ചിന്ത. അപ്പോൾ ഒരു ദിവസം ഞാൻ ഏകദേശം ഒരു 12-14 മണിക്കൂറൊക്കെ ഇരുന്ന് പഠിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ എൻട്രൻസ് എഴുതി. അപ്പം അന്ന് ഓൾ ഇന്ത്യ എൻട്രൻസേ ഉള്ളൂ. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു സ്വപ്നം കേരളത്തിൽ തന്നെ എവിടെയെങ്കിലും സീറ്റ് കിട്ടുക. എനിക്ക് കേരളത്തിന് പുറത്ത് പഠിക്കാൻ വലിയ ആഗ്രഹമൊന്നുമില്ല, പുറത്ത് പോകാനോ ആഗ്രഹമില്ല. അപ്പോൾ കേരളത്തിൽ തന്നെ മെറിറ്റിൽ എവിടെയെങ്കിലും പഠിക്കണമെന്നായിരുന്നു എൻ്റെ വലിയൊരു ആഗ്രഹം. അപ്പോൾ കർത്താവിനോട് ഞാൻ അതാണ് ചോദിച്ചത്. പക്ഷേ ഓൾ ഇന്ത്യയിൽ എനിക്ക് 10,000 സംതിങ് റാങ്കേ കിട്ടിയുള്ളൂ. അപ്പം അന്നത്തെ ആ റാങ്ക് വെച്ച് കേരളത്തിൽ ഒരു ക്ലിനിക്കൽ സീറ്റ് കിട്ടുക എന്നുള്ളത് ഒട്ടും സാധ്യമല്ല. അപ്പം എനിക്ക് ആകെ വിഷമമായി. അപ്പോൾ ഈ അച്ഛൻ എന്നോട് ഒരു കാര്യം പറഞ്ഞായിരുന്നു, നീ എല്ലാ മാസവും എന്നെ ഫോൺ വിളിക്കണം, നമ്മൾ കോൺടാക്റ്റ് വിടരുതെന്ന് പറയായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാ മാസവും അച്ഛനെ വിളിക്കുമായിരുന്നു, ഇടയ്ക്ക് അച്ഛനെ ഒന്ന് പോയി കാണുമായിരുന്നു. ഈ പരീക്ഷയുടെ സമയത്തൊക്കെ ഞാൻ അച്ഛനെ വിളിക്കുമായിരുന്നു. പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ എനിക്ക് പരീക്ഷ വലിയ കുഴപ്പമില്ലായിരുന്നു, എനിക്ക് ഭേദപ്പെട്ട ഒരു റാങ്കാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഞെട്ടിപ്പോയി. അപ്പോൾ അന്ന് റിസൾട്ട് വന്ന അന്ന് ഭയങ്കര സങ്കടമായി, കരച്ചിലും ഇതൊക്കെയായി. അച്ഛനെ ഞാൻ വിളിച്ചു. അച്ഛൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുമോ, നീ ഇന്ന് തന്നെ എന്നെ ഒന്ന് കാണാമോ എന്ന് ചോദിച്ചു. അന്ന് അച്ഛൻ എറണാകുളത്തെ അതിരൂപതയിലെ ഒരു ഇടവകയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ അങ്ങനെ അച്ഛനെ പോയി കണ്ടു. അപ്പോൾ അച്ഛൻ്റെ മുമ്പിലിരുന്ന് ഞാൻ കരയുക. അപ്പോൾ അച്ഛൻ്റെ മുന്നിൽ കരയുമ്പോൾ അച്ഛൻ എന്നോട് ചോദിച്ചു, നിൻ്റെ മനസ്സിൽ ഇപ്പോഴും ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ നീ ഇനി അച്ഛനാവാൻ പോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ ഞാൻ ഇതിപ്പോൾ ആരോടെങ്കിലും പറഞ്ഞാൽ എല്ലാവരും പറയും എനിക്ക് വട്ടായിട്ട് പോകുന്നതാണ്, എൻട്രൻസ് കിട്ടാത്തതിൻ്റെ ദേഷ്യം തീർക്കാൻ വേണ്ടി പോകുന്നതാണെന്ന് എല്ലാവരും പറയും. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇതിപ്പോൾ ഏതായാലും ഫെബ്രുവരി മാസമല്ലേ ആയിട്ടുള്ളൂ,
മെയ് മാസത്തിലൊക്കെ സെമിനാരിയിൽ കയറേണ്ടുള്ളൂ, 2 മാസം സമയമുണ്ട്, ദൈവം നിനക്ക് വഴി കാണിച്ചു തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ എന്തിനാ എന്നെ അച്ഛൻ 1 വർഷം വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നിനക്ക് തോൽവിയുടെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കണം, തോൽവി എന്താണെന്ന് നീ മനസ്സിലാക്കിയിട്ട് നീ സെമിനാരി പോയാൽ മതി. അതെൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ നിനക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ഒരിക്കലും സെമിനാരി പോകില്ല എന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു, ദൈവം ഒരു വഴി കാണിച്ചു തരും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മനസ്സിലൊരു ചിന്ത വന്നു, എൻട്രൻസ് കിട്ടാത്ത വിഷമത്തിൽ ഞാൻ സെമിനാരി പോയാൽ ആരും അത് സമ്മതിക്കില്ല, വീട്ടുകാരൊട്ടും സമ്മതിക്കില്ല, നാട്ടുകാർ സമ്മതിക്കില്ല, ചിലപ്പോൾ എന്നെ എടുക്കുമോ എന്നുള്ള സംശയമുണ്ട്. അപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഞാൻ സെൻറ്റ് ജോൺസ് എൻട്രൻസ് ഉണ്ട്, പിന്നെ കർണാടക എൻട്രൻസ് ഉണ്ട്, അതൊന്നും ഞാൻ ആഗ്രഹിച്ചതല്ല, പക്ഷേ ഞാൻ എഴുതാൻ തീരുമാനിച്ചു. പക്ഷേ എഴുതാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഞാൻ പോകത്തില്ല, പക്ഷേ നീ എനിക്ക് തരുവാണെങ്കിൽ ഞാൻ അച്ഛനാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കർണാടക എൻട്രൻസ് എഴുതി, സെൻറ്റ് ജോൺസും എഴുതി. സെൻറ്റ് ജോൺസിൽ എനിക്ക് സെലക്ഷൻ വന്നു. കർണാടക എൻട്രൻസിൽ എനിക്ക് നല്ല റാങ്കും ഉണ്ടായിരുന്നു, കർണാടകയിൽ എനിക്ക് സീറ്റ് കിട്ടുമായിരുന്നു. അങ്ങനെ സെൻറ്റ് ജോൺസിൻ്റെ റിസൾട്ട് വന്ന അന്ന് ഞാൻ വീട്ടിൽ പറഞ്ഞു, ഞാൻ സെമിനാരി പോവുക. സെമിനാരി കയറാൻ തീരുമാനിച്ചപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു ചോദ്യം, എന്തിനും 1 വർഷം വെയിറ്റ് ചെയ്തു. ശരിയാണ്, അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു തോൽവിയുടെ അർത്ഥം മനസ്സിലാക്കാനാണ്, പക്ഷെ തോൽവിയുടെ അർത്ഥം മനസ്സിലാക്കാനാണോ 1 വർഷം വെയിറ്റ് ചെയ്തത്? എൻ്റെ ഒരു ചോദ്യമായിരുന്നു. കർത്താവിനോട് ചോദിച്ചു, എന്തിനാണ് ഈ 1 വർഷം? ഒരുപാട് ചോദ്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ 1 വർഷം ഞാൻ വീട്ടിലുണ്ടാകേണ്ടത് വലിയൊരു ആവശ്യമായിരുന്നു. കാര്യം എൻ്റെ ചേട്ടൻ്റെ കല്യാണം 2013 മെയ് മാസം ഫിക്സ് ചെയ്തു. അപ്പം ഏകദേശം സെപ്റ്റംബർ മാസം വിവാഹം നടത്താനാണ് തീരുമാനിച്ചത്. ഞാനപ്പോൾ വീട്ടിലുണ്ട്, എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്നു, കാഷ്വാലിറ്റിയിൽ ജോലിക്കും പോകുന്നു, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട്. പക്ഷേ എൻ്റെ ഫാദറിന് ഞാൻ MBBS കയറിയപ്പോൾ തൊട്ടേ ഉള്ളതാണ്, ഹാർട്ടിന് ചെറിയൊരു അസുഖമുള്ള ഒരാളാണ്, ബ്ലോക്കുണ്ട്. പക്ഷേ അന്ന് ആൻജിയോഗ്രാം എല്ലാം ചെയ്തപ്പം മെഡിസിൻ കൊണ്ട് മാത്രം മുന്നോട്ട് പോകാം, സർജറി ഒന്നും വേണ്ട എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ മാരേജ് ഫിക്സ് ചെയ്തു, 2013 മെയ്യിൽ മാരേജൊക്കെ ഫിക്സ് ചെയ്തു. പക്ഷേ എൻ്റെ ഫാദർ കംപ്ലയിൻറ്റ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് നേരത്തെയൊക്കെ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന എൻ്റെ അപ്പൻ, അപ്പം നേരത്തെയൊക്കെ പള്ളി എത്താറാകുമ്പം ഒരു ശ്വാസം മുട്ട് പോലെ തോന്നാറുള്ളായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ എനിക്കെന്തോ ശ്വാസം മുട്ട് പോലെ തോന്നുന്നു, ബുദ്ധിമുട്ട് തോന്നുന്നു. പിന്നെ അപ്പം ഒരു ചിന്തയുണ്ടായിരുന്നത്, ഇപ്പോൾ വിവാഹത്തിൻ്റെ തിരക്കുകളും അങ്ങനത്തെ ഉണ്ട്, ഒരുപാട് ടെൻഷനും ഒക്കെ ഉണ്ടാവും, അതുകൊണ്ടായിരിക്കാമെന്ന് ആദ്യം വിചാരിച്ചു. പക്ഷേ ഇങ്ങനെ ബുദ്ധിമുട്ട് കൂടുതൽ പറഞ്ഞപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു, എന്നാൽ ഒന്നും കൂടി ആൻജിയോഗ്രാം ചെയ്തേക്കാം, ആൻജിയോഗ്രാം ചെയ്തിട്ട് വേണമെങ്കിൽ 1-2 ബ്ലോക്ക് നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്തേക്കാം. അപ്പോൾ ആ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ ആ ടെൻഷൻ ഒന്ന് പോയി കിട്ടുമല്ലോ, അതായിരുന്നു ഉദ്ദേശിച്ചത്. അപ്പം ആ ഡോക്ടർ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഡോക്ടർ തന്നെ, ഡോക്ടർ ബിനോ, ജൂബിലിയിലുള്ളതാണ്. അപ്പോൾ ഡോക്ടറായിട്ട് സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്തേക്കാം, നമ്മളത് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഇത് ഉള്ളിലുണ്ടെന്നുള്ളതൊരു വലിയൊരു ആശങ്കയാണല്ലോ. അങ്ങനെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാമെന്ന ചിന്തയിൽ ആൻജിയോഗ്രാമിന് കയറ്റി. ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പെട്ടെന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ജോസേ, ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റില്ല, ഏകദേശം 5 ബ്ലോക്കുണ്ട്, 5-ൽ 4 ബ്ലോക്കും 95%. മാത്രമല്ല അത് വൈകിപ്പോയി, ഇനി ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന വലിയ റിസ്ക്കാണ്, നമുക്ക് ഓപ്പൺ ഹാർട്ട് തന്നെ വേണം, അത് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു. മാരേജ് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ബൈപ്പാസ് ചെയ്തു. പിന്നെ 1.5 മാസം അറിയാം, ബൈപ്പാസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 1.5 മാസം കംപ്ലീറ്റ് റെസ്റ്റാണ്, പുറത്തെ കോണ്ടാക്റ്റ് ഒന്നും പാടില്ല. അപ്പോൾ ഈ 1.5 മാസം എൻ്റെ അപ്പനെ ശുശ്രൂഷിച്ചത് ഞാൻ തന്നെയാണ്. ഏകദേശം ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞ് ഒരു 2-3 മാസം കഴിഞ്ഞപ്പം എൻ്റെ വീട്ടിൽ എനിക്കും കല്യാണം ആലോചിക്കാൻ തുടങ്ങിയായിരുന്നു. ഒഫീഷ്യലായിട്ട് തുടങ്ങിയില്ലെങ്കിലും അവിടുന്ന് ഇവിടുന്നൊക്കെ വന്നായിരുന്നു. അപ്പോൾ എൻ്റെ PGയുടെ റിസൾട്ട് വരട്ടെ എന്നൊരു ചിന്തയായിരുന്നു. അപ്പോൾ അങ്ങനെ അമ്മ എൻ്റെ വിവാഹത്തെക്കുറിച്ചൊക്കെ സ്വപ്നം കാണാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ പറയുന്നത് എനിക്ക് സെമിനാരി പോകണമെന്ന്. അപ്പോൾ അമ്മയ്ക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ സെമിനാരി പോയപ്പം എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിരുന്നൊരു കാര്യം ഇതാണ്, നീ സെമിനാരി പോയിക്കോ, ചാച്ചയ്ക്ക് അസുഖം ഉണ്ടെന്ന് അറിയാലോ, ബൈപ്പാസ് സർജറിയൊക്കെ കഴിഞ്ഞു, എന്നിരുന്നാലും എൻ്റെ ഫാദറിന് പ്രഷർ നിയന്ത്രിക്കാൻ ഭയങ്കര പാടായിരുന്നു. അപ്പം ഞാൻ സെമിനാരി കയറുമ്പോൾ തന്നെ എൻ്റെ ഫാദർ പ്രഷറിന് വേണ്ടി തന്നെ 4 മരുന്നാണ് കഴിക്കുന്നത്. അപ്പോൾ ഈ 4 മരുന്ന് കഴിക്കുന്നത് കൊണ്ട് ഡോക്ടർ പറഞ്ഞായിരുന്നു ഇടയ്ക്കൊന്ന് പ്രഷർ ചെക്ക് ചെയ്തോണം. അപ്പോൾ ചില ദിവസം രാത്രി അമ്മ എന്നെ വന്ന് വിളിക്കും, എടാ ചാച്ച ഉറങ്ങുന്നില്ല. അപ്പോൾ ഞാൻ വന്ന് നോക്കുമ്പോൾ മിക്കവാറും പ്രഷർ 200 ആയിരിക്കും. അപ്പോൾ ഞാനൊരു മരുന്ന് കൊടുക്കും, അങ്ങനെയാണ് ഉറങ്ങിയിരുന്നത്. അപ്പോൾ മാത്രമല്ല ഒരുപാട് ടെൻഷനുള്ള ഒരാളാണ്. അപ്പം അമ്മ പറഞ്ഞിരുന്ന കാര്യം, നീ പോയിക്കോ, ചാച്ചയുടെ പ്രഷർ കയറും, ചാച്ചയ്ക്ക് എന്തെങ്കിലും സംഭവിക്കും, ചിലപ്പോൾ ചാച്ച മരിക്കും, നീ കാരണമാവുമെന്ന് പറയും. അപ്പോൾ എൻ്റെ അമ്മ അങ്ങനെയാണ് എന്നെ തടസ്സപ്പെടുത്തിയിരുന്നത്. അപ്പം ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്, ഞാൻ MBBS കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ സെമിനാരി കയറിയിരുന്നെങ്കിൽ എൻ്റെ അപ്പന് ഇങ്ങനെ ഒരു ആവശ്യം വരുമായിരുന്നു, സർജറി ചെയ്യേണ്ടി വരുമായിരുന്നു, എൻ്റെ അമ്മ ഉറപ്പായിട്ട് തന്നെ തിരിച്ച് വീട്ടിലെത്തിക്കുമായിരുന്നു. ഈ ഒരു പേരിൽ എൻ്റെ വിളി അതോടുകൂടി അവസാനിക്കുമായിരുന്നു. അപ്പോൾ ഈ 1 വർഷം തോൽവി മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് മനസ്സിലായി ദൈവം ശരിക്കും പ്ലാൻ ചെയ്തതാണ്.
ആ ഒരു വർഷം ഞാൻ വീട്ടിലുണ്ടാകണം, എന്നെക്കൊണ്ട് വീട്ടിൽ ആവശ്യമുണ്ട്. അങ്ങനെ എന്നെ വീട്ടിൽ നിർത്തിയതാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്ക് പല ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടി. അങ്ങനെയാണ് സെമിനാരിയിൽ ഞാൻ കയറി. 2014 ജൂണിലാണ് ഞാൻ സെമിനാരിൽ കയറുന്നത്. എൻ്റെ ആ ഒരു ആഗ്രഹം കർത്താവ് പൂർത്തീകരിച്ച് തന്നു. സെമിനാരിൽ കയറുമ്പോൾ ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. തടസ്സങ്ങളുടെ ഏറ്റവും വലിയ തടസ്സം എൻ്റെ അമ്മ തന്നെയായിരുന്നു. എന്നെ പേടിപ്പിച്ചിരുന്നത് ഇങ്ങനെയാണ്, ചാച്ചയ്ക്ക് എന്തെങ്കിലും പറ്റും, നീ പോയിക്കോ, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാണ്. പക്ഷേ കർത്താവിൻ്റെ മുമ്പിൽ ഞാൻ വെച്ച അടുത്തൊരു വെല്ലുവിളി ഇതാണ്. ഞാൻ ആന്ധ്രയ്ക്കാണ് പോകുന്നത്, പെട്ടെന്നൊന്നും വിളിച്ചാൽ എനിക്ക് വരാൻ പറ്റത്തില്ല. ഈ ഒരു വർഷം എൻ്റെ അപ്പനൊന്നും സംഭവിക്കരുത്, വീട്ടിലൊന്നും സംഭവിക്കാൻ പാടില്ല, എന്തെങ്കിലും പറ്റിയാൽ ഞാൻ തിരിച്ചു വരേണ്ടി വരും. എന്നിട്ട് അപ്പോൾ അമ്മ പറഞ്ഞൊരു കാര്യം ഇതാണ്, ഇനി ആര് പ്രഷർ ചെക്ക് ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചു, ഇനി പ്രഷർ ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്യും? അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ കൂടെ പഠിച്ച MBBS എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കുട്ടി, അവളുടെ വീട് അടൂരാണ്, പക്ഷേ അവൾ ആ സമയത്ത് എറണാകുളത്ത് എടപ്പള്ളിയിൽ കിൻഡർ ഹോസ്പിറ്റലുണ്ട്. ആ കിൻഡർ ഹോസ്പിറ്റലിൽ എമർജൻസി മെഡിക്കൽ കാഷ്വാലിറ്റിയിൽ വന്ന് അവൾ ജോയിൻ ചെയ്തു. ഒരു വർഷം കൃത്യം, ഞാൻ ആന്ധ്രയിലായിരുന്നു, ഒരു വർഷം കൃത്യം അവൾ ആ എടപ്പള്ളിയിലുണ്ടായിരുന്നു. ഞാൻ അവളോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ പോവാണല്ലോ, അപ്പം നീ വീട്ടിൽ വരാമോ എന്ന് ചോദിച്ചു ഇടയ്ക്ക്. അവൾ പറഞ്ഞു, ഞാൻ എല്ലാ മാസവും വീട്ടിൽ വന്ന് അപ്പനമ്മയെ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ എല്ലാ മാസവും വന്ന് എൻ്റെ അപ്പൻ്റെ പ്രഷർ ചെക്ക് ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. ഞാൻ എന്ന് ആന്ധ്രയിൽ നിന്ന് വന്നോ ആ സമയത്തോടു കൂടി അവൾ തിരിച്ച് അടൂർക്ക് പോയി. പിന്നെ അവളുടെ വിവാഹമൊക്കെ ആയിരുന്നു. അപ്പം കർത്താവ് അവിടെയും എൻ്റെ ചലഞ്ച് സ്വീകരിച്ചു. ആ ഒരു വർഷം എൻ്റെ വീട്ടിലൊന്നും സംഭവിച്ചില്ല. അപ്പനെ നോക്കാൻ ഒരാളെ അവിടെ എത്തിക്കുകയും ചെയ്തു. അങ്ങനെ എൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും കർത്താവ് ഉത്തരം തന്നു. പിന്നെ ഉണ്ടായിരുന്ന ഒരു ചലഞ്ച്, എന്നെ പലരും തടസ്സപ്പെടുത്തിയത്, സെമിനാരി നീ വിചാരിക്കുന്ന പോലെയല്ല, നീ അവിടെ ചെല്ലുമ്പോൾ നിൻ്റെ പ്രൊഫഷനെ അവർ ഇല്ലാതാക്കും, ഡോക്ടറാണെന്നുള്ളതൊന്നും ഉണ്ടാവത്തില്ല, പിന്നെ ഈ പിള്ളേരുടെ ഒപ്പമാണ്. കാര്യം കൂടെയുള്ള എല്ലാവരും 10ാം ക്ലാസ് കഴിഞ്ഞ പിള്ളേരൊക്കെ ആയിരിക്കും, അവരുടെ ഒപ്പം ഒരിക്കലും നിനക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, നീ പോകണ്ട, നിൻ്റെ വിശ്വാസം നശിക്കും. എന്നെ പ്രോത്സാഹിപ്പിച്ച് തന്നെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, എൻ്റെ റിലേറ്റീവ്സും ഉണ്ട്. പക്ഷെ അതുപോലെ തന്നെ നിരുത്സാഹപ്പെടുത്തിയ സുഹൃത്തുക്കളും ഉണ്ട്, റിലേറ്റീവ്സും ഉണ്ട്. പോകരുത്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മയൊക്കെ പറഞ്ഞത് യു ആർ എ നാഷണൽ വേസ്റ്റ് എന്നാണ്. അത് നാഷണൽ വേസ്റ്റ് എന്ന് പറയാൻ കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ പഠിച്ചിട്ട് നീ പോകുമ്പം നിൻ്റെ എല്ലാ കഴിവും നശിക്കും. പക്ഷേ അത് സ്നേഹം കൊണ്ട് പറഞ്ഞതല്ല, അത് ദേഷ്യം കൊണ്ടൊന്നും അല്ല. കാര്യം ഇന്നും ആ ആൻറ്റി എൻ്റെ നല്ലൊരു സുഹൃത്താണ്. അങ്ങനെ തടസ്സപ്പെടുത്തി. എൻ്റെ ഏറ്റവും ഒരു നല്ലൊരു സുഹൃത്ത് എൻ്റെ റൂംമേറ്റ് ആയിരുന്നു. വർഷങ്ങളോളം ഞങ്ങൾ 6 വർഷം ഒരുമിച്ച് റൂമിലുണ്ടായിരുന്ന അവൻ, ഞാൻ സെമിനാരിൽ കയറുമ്പം ഞാൻ കണ്ണൂർക്കാണ് ആദ്യം പോയത്, അവിടെ നിന്നാണ് ഞാൻ ആന്ധ്രയ്ക്ക് പോയത്. അപ്പോൾ ഞാൻ ഈ കണ്ണൂർ പോകുമ്പം റെയിൽവേ സ്റ്റേഷനിൽ രാത്രി ഒരു 12 മണിക്ക് ഞാൻ ട്രെയിൻ കയറാൻ നിൽക്കുമ്പോൾ അവനറിയാം ഞാൻ ഈ ട്രെയിനിലാണ് പോകുന്നതെന്ന്. അവൻ വന്നായിരുന്നു രാത്രി 12 മണിക്ക് എറണാകുളത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് എൻ്റെ പെട്ടി എടുത്തുകൊണ്ട് പിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഈ പെട്ടി കൊണ്ടുപോകാം, നീ പോകണ്ട, നീ എൻ്റെ കൂടെ വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ലടാ ഞാൻ പോവാം. അപ്പോൾ ഞാൻ പെട്ടി അവൻ എന്ത് ചെയ്താൽ എനിക്ക് തരുന്നില്ലായിരുന്നു. അവസാനം ഞാൻ ട്രെയിനിൽ കയറിയപ്പം അവനെ പെട്ടി വിടുതരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അവനെ പെട്ടി വന്നിട്ട് ട്രെയിനിൽ വെച്ചിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എടാ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നീ തിരിച്ചു പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ, പക്ഷെ പിന്നീട് അവരൊക്കെ ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. അങ്ങനെ ഒരുപാട് നിരുത്സാഹപ്പെടുത്തിയവരൊക്കെ ഉണ്ട്. പക്ഷേ ആ നിരുത്സാഹപ്പെടുത്തിയവരെയൊക്കെ പിന്നീട് എനിക്ക് മനസ്സിലായത്, ഇന്ന് പലരും എന്നെ വിളിച്ച് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാവോ എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്, ഒരു കുർബാന ചെല്ലാവോ എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ദൈവം ആ രീതിയിലേക്ക് എന്നെ ഉയർത്തി. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇയർ ആയിരുന്നു എൻ്റെ ഫസ്റ്റ് ഇയർ. റെക്ടർ അച്ഛനൊക്കെ ആണെങ്കിലും ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്തു, അന്നത്തെ സുപ്പീരിയർ അച്ഛനൊക്കെ ആണെങ്കിലും ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്തു, സഹായിച്ചു, പിള്ളേർ ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്തു. അപ്പം കർത്താവ് മനോഹരമായിട്ട് ആ ഒരു വർഷം എന്നെ കൊണ്ടുപോയി. അതുപോലെ തന്നെ ഒരു വർഷം എൻ്റെ വീട്ടിലൊന്നും സംഭവിച്ചില്ല. പിന്നീട് ഞാൻ ന്യൂഷ്യേറ്റി കയറിയപ്പോഴും ഉണ്ടായിരുന്ന ഒരു സങ്കടം ഇതായിരുന്നു, അമ്മ അപ്പോഴും ഒട്ടും റെഡി ആയിട്ടുണ്ടായില്ല. ഞാനെപ്പോഴും പറയും, എൻ്റെ അമ്മ ഒരു വർഷം കരഞ്ഞു തീർത്തു, 3 വർഷം വിതുമ്പി തീർത്തു എന്നാണ് ഞാൻ പറയാം. കാര്യം ഒരു വർഷം കരഞ്ഞു, പിന്നെ 2ാമത്തെ വർഷം നൊവിഷ്യേറ്റ് എന്ന് പറയുമ്പം നമുക്കറിയാം പ്രാർത്ഥനയുടെ ഒരു വർഷമാണ്. അപ്പോൾ വീട്ടുകാർക്ക് കാണാൻ പറ്റത്തില്ല, വീട്ടുകാർക്ക് വിളിക്കാൻ പറ്റില്ല. അപ്പോൾ അമ്മയ്ക്ക് അതൊക്കെ ഭയങ്കര പാടായിരുന്നു. വിളിക്കാൻ പറ്റില്ല, ഒരു അസുഖം വന്നാൽ എന്ത് ചെയ്യും, അങ്ങനത്തെ ഒരു ചിന്തയൊക്കെ ആയിരുന്നു. അപ്പോൾ അമ്മ വീണ്ടും, ഞാൻ വീട്ടിൽ ചെന്നു, നൊവിഷ്യേറ്റ് കയറുന്നതിന് മുമ്പ് വീട്ടിൽ ചെന്നപ്പോഴും അമ്മ പറഞ്ഞൊരു കാര്യം, എടാ നീ ഇനി പോണോ, ഞങ്ങൾക്ക് നീയേ ഉള്ളൂ. അപ്പം ചേട്ടൻ ബാംഗ്ലൂർ പോയി, അപ്പോൾ നീയേ ഉള്ളൂ, നീ എന്താടാ അങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയപ്പോഴും ഈ നൊവിഷ്യേറ്റ് ഫോണൊന്നും വിളിക്കാൻ പറ്റില്ല. പക്ഷേ എൻ്റെ അമ്മ കരഞ്ഞു വിളിക്കുമായിരുന്നു നൊവിഷ്യേറ്റിലേക്ക് ഗുരുവച്ചൻ പിന്നെ എനിക്ക് ഫോൺ തരുമായിരുന്നു, എടാ സംസാരിക്കുക, അവർക്ക് എന്തോ അസുഖമാണ്. അപ്പം ഞാൻ സംസാരിക്കുമായിരുന്നു. പക്ഷേ സംസാരിക്കുമ്പോൾ എൻ്റെ അമ്മ പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, എടാ ഞങ്ങൾക്ക് അസുഖമാണ്, നീ തിരിച്ചു വാ എന്നേ പറയുള്ളൂ. 3 വർഷത്തോളം എൻ്റെ അമ്മ അങ്ങനെ തന്നെയായിരുന്നു, തിരിച്ചു വാ. പക്ഷെ 3 വർഷം കഴിഞ്ഞപ്പം അമ്മയ്ക്ക് എന്തോ കാരണം ഞങ്ങളുടെ വീട്ടിൽ മറ്റൊരു സങ്കടമായിരുന്നു. ചേട്ടൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് 4 വർഷമൊക്കെ ആയി, ഒരു കുഞ്ഞില്ല എന്നുള്ള ഒരു സങ്കടം ഉണ്ടായിരുന്നു.
അപ്പം അമ്മയോട് ഒരു സിസ്റ്റർ പറഞ്ഞു, ചേച്ചി ഒരു കാര്യം ചെയ്യ്, ചേച്ചി ഇപ്പോഴും സങ്കടപ്പെടണോണ്ടല്ലേ ഇരിക്കുന്നത്, ഒരു കാര്യം ചെയ്യ്, ആ കർത്താവിനോടൊന്ന് പറ, എൻ്റെ ഇളയ മോലെ കർത്താവ് കൊണ്ടുപോയില്ലേ, അതിന് ഞാൻ നന്ദി പറയുന്നു, അതിന് പകരമായി എൻ്റെ മൂത്ത മകനൊരു കൊച്ചിനെ തരാവുന്നു. അപ്പോൾ അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഇനി മുതൽ ഞാൻ നിനക്ക് വേണ്ടി കരയില്ല, ഞാൻ നിന്നെ വിളിച്ച് ദൈവത്തിന് നന്ദി പറയാൻ പോവാ. എന്നിട്ട് ഫിലിപ്പ്, ചേട്ടൻ്റെ പേര് ഫിലിപ്പ് എന്നാണ്, അവനൊരു കൊച്ചിനെ കൊടുക്കാൻ വേണ്ടി പറയുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നല്ല കാര്യം. എൻ്റെ അമ്മ അത് പറഞ്ഞു. ഏകദേശം 2 മാസം കഴിഞ്ഞപ്പം എൻ്റെ ചേച്ചി പ്രഗ്നൻ്റായി. അപ്പോൾ വീണ്ടും വീണ്ടും കർത്താവ് എനിക്ക് ഓരോ അടയാളങ്ങൾ ഇങ്ങനെ തരുന്നുണ്ടായിരുന്നു. എപ്പോഴും ഞാൻ ചിന്തിക്കുന്നു, ദൈവം വിളിച്ചു, ദൈവം എന്നെ മനോഹരമായി കൊണ്ടു നടക്കുന്നു. അങ്ങനെ മനോഹരമായി കൊണ്ടു നടന്ന് ഓരോ കാലഘട്ടത്തിലും അവൻ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിലുള്ളവരെയും അവൻ കാത്തു പരിപാലിച്ചു. അപ്പനും അമ്മയ്ക്കും ഒരു പ്രശ്നം ഉണ്ടായില്ല. ഞാൻ പറഞ്ഞ ചേട്ടൻ്റെ മക്കളിലായിരുന്നു. ഒരു കൊച്ചിനെ കൊടുത്തു, രണ്ടാമതൊരു കൊച്ചിനെയും കൂടെയും കൊടുത്തു. അങ്ങനെ വലിയ അനുഗ്രഹങ്ങൾ ദൈവം തന്നു. ആ അനുഗ്രഹത്തിൻ്റെ ഏറ്റവും അവസാനം ഡിസംബർ 26, 2023 മാർ ജോസ് പുത്തംവീട്ടിൽ പിതാവ് ഫരീദാബാദ് രൂപതയുടെ ഓക്സിലറി ബിഷപ്പിൽ നിന്ന് എനിക്ക് പട്ടം തന്ന് അനുഗ്രഹിച്ചു. ആ പട്ടത്തിന് അനുബന്ധമായി കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എറണാകുളം അതിരൂപതയിലെ ഒരു അംഗമായതുകൊണ്ട് ചെറിയ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം വലിയൊരു ആഗ്രഹമായിരുന്നു എടപ്പള്ളി ഇടവകയിൽ പട്ടം നടത്തണമെന്ന്. അങ്ങനെ എൻ്റെ അപ്പനും അമ്മയൊക്കെ ഒരുപാട് സ്വപ്നം കണ്ടതാണ് എടപ്പള്ളി ഇടവകയിൽ പട്ടം നടത്തി അവിടെ കുർബാന ചെല്ലുക എന്നുള്ളത്. പക്ഷേ സാഹചര്യങ്ങൾ അത്ര ഒത്തു വന്നില്ല. അവസാനം ഡിസംബറൊക്കെ ആയപ്പോഴും സത്യം പറഞ്ഞാൽ എൻ്റെ വെന്യൂ തീരുമാനിച്ചിട്ടില്ലായിരുന്നു എവിടെ വെച്ച് പട്ടം കിട്ടുമെന്ന്. കാര്യം എടപ്പള്ളിയിൽ പറ്റത്തില്ല, അങ്ങനെ ഒരു സാഹചര്യം വന്നു. പിന്നെ എവിടെ നടത്തും? ഈവൻ ഡിസംബർ 1-ാം തീയതി ആയപ്പോഴും ഞാൻ കാർഡ് അടിച്ചിട്ട് പോലുമില്ല. എൻ്റെ കൂടെയുള്ള എല്ലാവരും കാർഡ് അടിച്ചു, എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ഞാൻ മാത്രം കാർഡ് അടിച്ചിട്ടില്ല, ഇൻവൈറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ വീണ്ടും ഒരു സങ്കടമായിരുന്നു. കർത്താവ് ഈ മുഹൂർത്തം എത്തി, ഇപ്പോഴും എനിക്ക് സമാധാനമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, പട്ടത്തിന് വേണ്ടി നന്നായി ഒരുങ്ങാൻ പറ്റുന്നില്ല. കാര്യം ആശങ്കകളാണ്, എവിടെ നടത്തും, എങ്ങനെ നടത്തും. അങ്ങനെ വന്ന് അവസാനം ഡിസംബർ ഫസ്റ്റ് വീക്കോട് കൂടിയാണ് തീരുമാനിക്കുന്നത്. പ്രൊവിൻഷ്യൽ അച്ഛനൊക്കെ കൂടി തീരുമാനിച്ചു, നമുക്കൊരു കാര്യം ചെയ്യാം, അങ്കമാലി നടത്താം. അങ്കമാലി ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ ഹൗസ് ഉണ്ട്, അപ്പോൾ പ്രൊവിൻഷ്യൽ ഹൗസിൽ നടത്താം. അപ്പോൾ പ്രൊവിൻഷ്യൽ ഹൗസ് നടത്താൻ തീരുമാനിച്ചപ്പോഴും അപ്പനും അമ്മയും ഞാനും കൂടെ പ്രൊവിൻഷ്യൽ ഹൗസിൽ പോയി. പ്രൊവിൻഷ്യൽ ഹൗസിൽ പോയപ്പം ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ ഹൗസിലെ ആശ്രമത്തിലെ പള്ളി അത്ര വലിയ പള്ളിയല്ല, ചെറിയൊരു പള്ളിയാണ്. അപ്പോൾ ഈ പള്ളിയിൽ എങ്ങനെ ഇപ്പം ഒരുപാട് പേര് വിളിക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ എങ്ങനെ ഈ പള്ളിയിൽ എല്ലാവരെയും കൊള്ളില്ലല്ലോ. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് അച്ഛന്മാർ തന്നെ പറഞ്ഞത് നമുക്കൊരു ഓഡിറ്റോറിയം ഉണ്ട്, ആ ഓഡിറ്റോറിയത്തിൽ നടത്താം. പക്ഷെ ആ ഓഡിറ്റോറിയം എന്നുള്ളത് അങ്ങനെ ഒരു നല്ല മനോഹരമായ ഓഡിറ്റോറിയം ഒന്നും അല്ല. അപ്പോൾ അടുത്തൊരു കൺഫ്യൂഷൻ, ഈ ഓഡിറ്റോറിയത്തിൽ നടത്തിയാൽ അത് എങ്ങനെ ഇരിക്കും. അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഈ ഓഡിറ്റോറിയത്തിൽ നമ്മൾ നടത്തണമെങ്കിൽ എന്തെല്ലാം ക്രമീകരണങ്ങൾ നടത്തണം, കൃത്യം സമയം ഓരോ കാര്യങ്ങളും ചെയ്യിക്കാൻ വേണ്ടി കർത്താവ് എത്തിച്ചു. ഇപ്പം അവിടുത്തെ എല്ലാ പ്രോഗ്രാമും അറേഞ്ച് ചെയ്യാൻ ഞങ്ങളുടെ തന്നെ ഒരു റിലേറ്റീവ് ഉണ്ടായിരുന്നു. ആ റിലേറ്റീവ് ഇത് ഏറ്റെടുത്ത് പറഞ്ഞു, എൻ്റെ അപ്പനോട് പറഞ്ഞു പേടിക്കണ്ട, എല്ലാം ഞാൻ അറേഞ്ച് ചെയ്തോളാം. അങ്ങനെ ആ ഓഡിറ്റോറിയം കംപ്ലീറ്റ് ഒരു പള്ളി പോലെ മനോഹരമാക്കി സെറ്റ് ചെയ്ത്. അതിൻ്റെ ചിലവിനെക്കുറിച്ച് എനിക്ക് ഭയങ്കര ഒരു ആശങ്കയായിരുന്നു. അപ്പോൾ എനിക്ക് ആഗ്രഹമില്ലായിരുന്നു ഇങ്ങനെ ഒരുപാട്. പക്ഷേ വീട്ടിൽ നിന്ന്, കാര്യം ഞാൻ ഡോക്ടറായെങ്കിലും സാമ്പത്തികമായി ഞാൻ വീട്ടിൽ നിന്ന് ഒരു സഹായവും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ശരിയാണ്, അവർക്ക് എന്നെ പഠിപ്പിക്കാൻ ഒരുപാട് ചിലവൊന്നും വന്നിട്ടില്ലെങ്കിൽ പോലും എനിക്കറിയാം എന്നെ പഠിപ്പിക്കാൻ അവർക്കാകെ മൊത്തത്തിൽ ചിലവ് വന്നിരിക്കുന്നത് ഞാൻ MBBS പാസ്സാകുമ്പം ഏകദേശം 2 ലക്ഷം രൂപയുള്ളൂ. അപ്പം എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു കാശ് അവർക്ക് വലിയൊരു ഭാരമാക്കിയിട്ട് ഞാൻ അച്ഛനാകത്തില്ലാന്ന്. അങ്ങനെ വന്നപ്പോഴും ഈ പട്ടം കിട്ടുമ്പോഴും എൻ്റെ മനസ്സിലൊരു ആശങ്കയായിരുന്നു. പക്ഷേ അവിടെയും ദൈവം മനോഹരമായി ക്രമീകരിച്ചത്. ഒരുപാട് എനിക്ക് എൻ്റെ സ്നേഹിക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾ അതുപോലെ തന്നെ എൻ്റെ ബന്ധുക്കാരും ഒക്കെ വന്ന് പറഞ്ഞു, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിൻ്റെ പട്ടം മനോഹരമായി നടക്കും. അതിൽ ഏറ്റവും കൂടുതൽ എൻ്റെ ഏറ്റവും മൂത്തൊരു ചേച്ചിയുണ്ട്, കസിനാണ്. ചേച്ചി പറഞ്ഞു, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിൻ്റെ ഓഡിറ്റോറിയം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു, അത് ഏറ്റവും മനോഹരമായിട്ട് നടക്കണം. നിൻ്റെ പട്ടം നമ്മുടെ കുടുംബത്തിൽ ആദ്യമായിട്ടാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു ഡോക്ടറും ഇല്ല, ഒരു അച്ഛനും ഇല്ല. ആദ്യമായിട്ട് നീ ഡോക്ടറായി. അപ്പൻ്റെ കുടുംബത്തിൽ ഒരാളുകൾ, പക്ഷേ ആളിവിടെയല്ല, പുറത്താണ്. അമ്മയുടെ കുടുംബത്തിൽ ആരുമില്ല. അപ്പം നീയാണ് ആദ്യത്തെ ഡോക്ടർ, നീയാണ് ആദ്യത്തെ അച്ഛൻ, ഇനി വേറൊരു അച്ഛനും വരത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ഏറ്റവും മനോഹരമാക്കണം. അങ്ങനെ ഓരോരുത്തരെ ഏറ്റെടുത്ത് ആ പട്ടം എനിക്കിപ്പോഴും അറിയാം. പട്ടത്തിൻ്റെ തലേദിവസം വരെ എനിക്ക് കൺഫ്യൂഷനായിരുന്നു, എന്തായിരിക്കും. പക്ഷേ ആ പട്ടത്തിന് പങ്കെടുത്ത എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു കാര്യം മിക്കവരും, ഭൂരിഭാഗം പേരും, ഏകദേശം ഒരു 60-70% ആളുകൾ ആദ്യമായിട്ടാണ് ഒരു പട്ടം കൂടിയത്. അവരെല്ലാവരും എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, എടാ നിൻ്റെ പട്ടത്തിന് ഓരോ പ്രാർത്ഥനയുടെ സമയത്ത് ഞങ്ങളെല്ലാം കരയുമായിരുന്നു. എന്തുകൊണ്ട് കരയുന്നു എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ആർക്കും അറിയില്ല, പക്ഷേ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുമായിരുന്നു. അപ്പോൾ ഒരുപാട് അനുഭവങ്ങൾ പറഞ്ഞ ഓരോ ആളുകളുണ്ട്. ആസ്മ ഉണ്ടായിരുന്ന 2 പേരുടെ ആസ്മ സുഖപ്പെട്ടു എന്ന് പറഞ്ഞ് പിന്നീട് വന്ന് എൻ്റെ അടുത്ത് സാക്ഷ്യം പറഞ്ഞ 2 പേരുണ്ട്. അപ്പം അങ്ങനെ എൻ്റെ പട്ടത്തിന് ദൈവം തന്നെ എല്ലാം ക്രമീകരിച്ചു, പട്ടം മനോഹരമാക്കി മാറ്റി.
ഞാൻ ദൈവത്തിന് ഒരുപാട് നന്ദി പറയുന്നു. ഞാൻ ഇങ്ങനെ ഡോക്ടറായിട്ട് അച്ഛനാവണം എന്നെൻ്റെ മനസ്സിൽ വന്നപ്പം എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു ചിന്തയാണ്, എൻ്റെ അടുത്ത് വരുന്നവർക്ക് ഒരു സ്പിരിച്വൽ ഹീലിംഗ്, ഫിസിക്കൽ ഹീലിംഗ് രണ്ടും കൂടിയും, അതായത് സ്പിരിച്വൽ ഹീലിംഗ് മാത്രമല്ല ഒരു ഫിസിക്കൽ ഹീലിംഗ് വേണം, അല്ലെങ്കിൽ ഫിസിക്കൽ ഹീലിംഗ് മാത്രമല്ല ഒരു സ്പിരിച്വൽ ഹീലിംഗ് കൂടെ വേണം. അപ്പോൾ ഒരു ഡോക്ടറായിട്ട് ഒരു അച്ഛനാവുകയാണെങ്കിൽ ആ അച്ഛന് സ്പിരിച്വൽ ഹീലിംഗും കൊടുക്കാം, ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഫിസിക്കൽ ഹീലിംഗും കൊടുക്കാം. അങ്ങനെ ഒരു ചിന്തയായിരുന്നു, ഗീവ് ബോത്ത് ഫിസിക്കൽ ഹീലിംഗ് ആൻഡ് സ്പിരിച്വൽ ഹീലിംഗ്. ആ ഒരു ചിന്ത കൂടിയാണ് എന്നെ ഈ ഡോക്ടറായിട്ട് അച്ഛനാകാൻ പ്രേരിപ്പിച്ചത്. എൻ്റെ അടുത്ത് വരുന്നവർക്ക് ഒരു സ്പിരിച്വൽ ഹീലിംഗും ഫിസിക്കൽ ഹീലിംഗും കൊടുക്കുവാൻ ദൈവം എന്നെ ഉപകരണമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നൊരു പുരോഹിതനായി ഞാൻ ശുശ്രൂഷ ചെയ്യുമ്പം എനിക്ക് ദൈവത്തോട് പറയാൻ നന്ദി മാത്രമേ ഉള്ളൂ. ഒരുപാട് ചോദ്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു ഞാൻ അച്ഛനാവാൻ പോന്നപ്പം. പക്ഷെ ആ ചോദ്യങ്ങൾക്കെല്ലാം ഈശോ അടയാളങ്ങളിലൂടെ എനിക്ക് മറുപടി തരികയും ചെയ്തു. തിരിഞ്ഞു നോക്കുമ്പം ഈ സെമിനാരിയിലൊക്കെ എങ്ങനെ ഞാൻ മുന്നോട്ട് പോയെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. എൻ്റെ കഴിവൊന്നുമല്ല. ഞാൻ സെമിനാരി കയറിയപ്പോൾ എൻ്റെ ചേട്ടൻ എൻ്റെ അമ്മയെ ആശ്വസിപ്പിച്ചത്, അമ്മ പേടിക്കേണ്ട, 3 മാസം കൊണ്ട് അവൻ തിരിച്ചു വരും, അവൻ്റെ സ്വഭാവത്തിന് സെമിനാരി നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ അമ്മ എൻ്റെ ചേട്ടനെ ആശ്വസിപ്പിച്ചത്. അപ്പോൾ മനസ്സിലായി കാണുമല്ലോ, ഞാൻ പെട്ടെന്ന് ചൂടാവുന്ന ഒരാളാണ്, അധികം മിണ്ടാത്ത ഒരാളാണ്. പക്ഷേ സെമിനാരിയിൽ വന്ന് ഞാൻ അങ്ങനെ ദേഷ്യപ്പെട്ടിട്ടില്ല ആരോടും, അങ്ങനെ ഞാൻ മിണ്ടാതിരുന്നിട്ടില്ല ആരോടും. എല്ലാവരോടും സ്നേഹിക്കാനും ഒക്കെ എനിക്ക് സാധിച്ചു, എല്ലാവരെയും സ്നേഹിക്കാനൊക്കെ എനിക്ക് സാധിച്ചു. അപ്പം കർത്താവിൻ്റെ കരുണയാണ് ഞാൻ ഈ സെമിനാരി കാലഘട്ടത്തിലെല്ലാം അനുഭവിച്ചത്. ഓരോ കാലഘട്ടത്തിലും അവൻ എന്നെ കരുണയോടെ അവൻ്റെ കയ്യിൽ കാത്തു പരിപാലിച്ച് ഒരു പുരോഹിതനാക്കി. ഇന്നും ഇപ്പോൾ പുരോഹിതനായി അവൻ എന്നെ നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അവൻ്റെ കരുണ ഞാൻ ഒരുപാട് അനുഭവിച്ച് മനസ്സിലാക്കുന്നു. അല്ലാതെ എൻ്റെ കഴിവൊന്നുമല്ല. ഒരു ഡോക്ടറായതുകൊണ്ടുണ്ടായിരുന്ന ഒരു കഴിവും പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെയൊന്നുമില്ല. പക്ഷേ ദൈവം എന്നെ വഴി നടത്തുന്നു, മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതിന് ദൈവത്തിന് 1000 നന്ദി പറയുന്നു.